ബലിഷ്ഠമായ ശരീരത്തിലെ ഉറച്ച മസിലുകൾ, വെയിലേറ്റ് തിളങ്ങുന്ന വിയർപ്പ് തുള്ളികൾ ആ ഉറച്ച നെഞ്ചിലൂടെ ഒഴുകിയിറങ്ങി അവൻ്റെ ശരീരത്തിൽ തന്നെ അപ്രത്യക്ഷമാകുന്ന സുന്ദര കാഴ്ച. കണ്ടിട്ടും കണ്ടിട്ടും മതിവരാത്ത പോലെ കൺമുന്നിലെ കാഴ്ചയിൽ മതിമറന്ന് രസിച്ച് നോക്കി നിന്ന സജന പെട്ടെന്ന് കുക്കറിൽ നിന്നുയർന്നൊരു വിസിൽ ശബ്ദത്തിൽ ഞെട്ടി അകത്തേക്ക് തിരികെ നേരത്ത് തന്നെ അത്ര നേരവും അവൾ നോക്കി ആസ്വദിച്ചിരുന്ന ശരീരത്തിൻ്റെ ഉടമ കണ്ണൻ അവളെ തിരിഞ്ഞു നോക്കിയത്. സജന ഇത്ര നേരവും തന്നെ നോക്കി അവിടെ നിൽക്കുകയായിരുന്നുവെന്ന തിരിച്ചറിവിൽ വല്ലാതെ ഒന്ന് തിളങ്ങി അവൻ്റെ മിഴികളും. സജുത, കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടെടുത്തേക്കൂട്ടോ, ചൂട് സഹിക്കാൻ വയ്യ ഇതിൻ്റെ ഉള്ളിൽ. താൻ തിരിഞ്ഞു നോക്കിയത് സജന കണ്ടെന്നുറപ്പായതും അവളോടായി ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ. സജന, കണ്ണൻ കഞ്ഞിവെള്ളം ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തെടുക്കാണ് എപ്പോഴും ഈ അടുക്കളയിൽ? നേരത്തും കാലത്തും അതിൻ്റെ അകത്തെ പണി തീർത്തിട്ട് നിനക്കും ആ കണ്ണൻ്റെ ഒപ്പം സഹായിച്ചൂടെ? ഏത് നേരം അടുക്കളയിൽ തന്നെ കുഴിച്ചിടാതെ. കണ്ണൻ കഞ്ഞിവെള്ളം ചോദിക്കുന്നത് കേട്ട് അവിടേക്ക് വന്ന സജനയുടെ ഭർത്താവ് റഹീം പെട്ടെന്ന് അവളോട് ശബ്ദം ഉയർത്തുന്നത് കേട്ടതും അയ്യടാ എന്നൊരു ഭാവമായി കണ്ണൻ്റെ മുഖത്തും. ഞാൻ ഇപ്പം കൊണ്ട് കൊടുത്തോളാം എന്നൊരു മറുപടി സജനയുടെ ഭാഗത്തു നിന്നുണ്ടായതും അങ്ങോട്ട് നീങ്ങിപ്പോകുന്ന റഹീമിൻ്റെ ചീത്തവിളി ശബ്ദവും കേട്ട കണ്ണൻ ശക്തമായൊന്ന് തലപുടഞ്ഞു പോയി അറിയാതെ തന്നെ. അവൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ചെക്കൻ വീണ് കാലൊടിഞ്ഞതിൽ പിന്നെ കണ്ണൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഈ വയറിങ് പണി ചെയ്യാൻ. നമ്മളായതുകൊണ്ടാണ് സഹായികൾ കൂടെ ഇല്ലാഞ്ഞിട്ടും അവൻ ഈ പണി ഏറ്റെടുത്തത്. ഒറ്റയ്ക്കാണെങ്കിലും ഇവിടേക്ക് വന്നു നിന്നത് ചെയ്യുന്നത് മറക്കരുത്. നിന്നെ കൊണ്ട് കഴിയും പോലെ നീയും കൂടെ കൊടുക്കണം അവന് പണിക്ക്. അല്ലാതെ നിനക്ക് ഈ വീട്ടിൽ വേറെ പണിയൊന്നുമില്ലല്ലോ. കഞ്ഞിവെള്ളം ഉപ്പിട്ടിളക്കി എടുക്കുന്ന സജനയുടെ അടുത്ത് പോയി ശബ്ദം കടുപ്പിച്ച് സലീം പറയുമ്പോൾ സജനയുടെ നോട്ടം പോയത് അകത്ത് ഹാളിലിരുന്ന് ടി വി കാണുന്ന റഹീമിൻ്റെ ഉമ്മയിലേക്കും അവരുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഉപ്പയിലേക്കുമാണ്. പ്രായാധിക്യത്തിൻ്റെ അവശതയിലുള്ള അവരെ എപ്പോഴും ശ്രദ്ധിക്കണം. പെട്ടെന്ന് എഴുന്നേറ്റ് എവിടെയെങ്കിലും തട്ടി വീണാലും ജോലി കൊടുത്തത് സജനയ്ക്ക് തന്നെയാണ്. അപ്പോഴും റഹീം ചോദിക്കുക, നിനക്കിവിടെ എന്താണ് പണിയെന്നാണ്. സജനാത്ത, സോറി, റഹീമിക്ക വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കാരണം നിങ്ങൾ വെറുതെ ചീത്ത കേട്ടില്ലേ. വെള്ളവുമായി തനിക്ക് അടുത്തേക്ക് എത്തിയ സജനയോട് കണ്ണൻ ക്ഷമ പറഞ്ഞതും അവനെ നോക്കി നേർമയിൽ പുഞ്ചിരിച്ചു സജന. ഇതല്ലെങ്കിൽ വേറൊരു കാരണം. അത്രേ വേണ്ടു കണ്ണ. റഹീമിക്കാക്ക് എന്നെ ചീത്ത പറയാൻ ഇവിടെ പണിക്ക് വന്ന മുതൽ നീ കാണുന്നതല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ. മുഖത്തെ പുഞ്ചിരി മായാതെ പറഞ്ഞത് തൻ്റെ അടുത്ത് നിന്ന് നടന്നു നീങ്ങുന്ന സജനയിൽ തന്നെ തങ്ങി നിന്നു കണ്ണൻ്റെ മിഴികളും. അവർ പറഞ്ഞത് ശരിയാണ്. റഹീമിൻ്റെ വാടക ക്വാർട്ടേഴ്സുകളുടെ വയറിംഗ് വർക്കുമായിട്ട് താൻ ഇവിടെ വന്ന അന്ന് മുതൽ കാണുന്നതാണ്. കാരണങ്ങൾ ഏതുമില്ലാതെ സജനയെ വഴക്കു പറയുകയും ഇടയ്ക്കെല്ലാം ശരീരം നന്നായി വേദനിപ്പിക്കും വിധം അവരെ തല്ലുകയും ചെയ്യുന്ന റഹീമിക്കായെ. ഇക്കയുടെ വീട്ടുകാരെയും ആ വലിയ വീടിനെയുമെല്ലാം നന്നായി പരിചരിക്കുന്നത് സജനത്താത്തയാണ്. എന്തിനും എല്ലായിടത്തും എത്തും ഇത്തയുടെ കൈകൾ. പക്ഷേ എന്നിട്ടും അവസാനം അവർക്ക് ലഭിക്കുന്നത് തല്ലും വഴക്കും മാത്രമാണല്ലോ എന്നോർത്ത് നെടുവീർപ്പിട്ട് തിരിഞ്ഞ കണ്ണൻ ഒന്ന് ഞെട്ടി. അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരവും സജന. ഇമ ചിമ്മാതെയുള്ള അവളുടെ നോട്ടം തൻ്റെ മുഖത്ത് നിന്ന് മാറി തൻ്റെ ശരീരം ഒട്ടാകെയാണെന്ന് കണ്ടതും പതറി നിന്നു കണ്ണനും. ഇവർ വീടിനകത്തേക്ക് തിരികെ കയറി പോകുന്നില്ലല്ലോ എന്നൊരു ചിന്തയിൽ ഒരു വിളറിയ ചിരി അവർക്ക് നൽകി തൻ്റെ പണി തുടർന്നു കണ്ണനെങ്കിലും പതിവിന് വിപരീതമായി അവൻ്റെ ഉള്ളിലാകെ നിറഞ്ഞു നിന്നത് സജനയുടെ സുന്ദര ശരീരവും നിഷ്കളങ്ക മുഖവും മാത്രമാണ്. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം കണ്ണൻ്റെ ഏറിയ ശ്രദ്ധയും സജനയിൽ തന്നെയായിരുന്നു. അതോടെ ഒരു കാര്യം ഉറപ്പിച്ചവൻ, സജന താത്തയുടെ നോട്ടവും മിക്ക സമയത്തും തന്നെ തന്നെയാണെന്ന്. അല്ല, തൻ്റെ ശരീരത്തിൽ മാത്രമാണെന്ന്. പ്രായം 40-നോടടുത്തിട്ടും ഇന്നും ഏതൊരു പുരുഷനെയും മോഹിപ്പിക്കും വിധം യൗവനം പൂത്തു നിൽക്കുന്ന നല്ല വാട്ടിപ്പൊത്ത ശരീരമാണ് സജനയുടേതെന്ന് വെറുതെ മനസ്സിലോർത്തു കണ്ണൻ. എന്നാൽ അങ്ങനെ ഒരു ചിന്ത പോലും കണ്ണനിൽ സജനയോട് വല്ലാത്തൊരു ഹരവും ലഹരിയും നിറച്ചതും അവൾക്കായി അവൻ്റെ ശരീരം ഉണർന്നതും വളരെ പെട്ടെന്നാണ്. തനിക്ക് വന്ന മാറ്റത്തിൽ സ്വയം ഒന്ന് ഞെട്ടി കണ്ണൻ ആദ്യമെങ്കിലും. ഇന്നേ വരെ ജീവിതത്തിൽ ഒരു സ്ത്രീയെയും അറിയാത്ത തൻ്റെ ശരീരത്തിൻ്റെ സ്വാഭാവികമായൊരു മാറ്റമായി അവനതിനെ പെട്ടെന്ന് തന്നെ ഉൾക്കൊണ്ടു. അന്നൊരു ഞായറാഴ്ചയാണ്. ചെയ്തു തീർക്കാനുള്ള വർക്കിൻ്റെ അവസാന മിനുക്കുപണിയിലാണ് കണ്ണൻ. ഒരാളെ കൂടി സഹായം ഉണ്ടെങ്കിലേ തനിക്കിന്ന് ജോലി പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്ന ചിന്തയിൽ പലവട്ടം കണ്ണൻ സജനയെ വിളിച്ചെങ്കിലും സജന വിളി കേട്ടതേയില്ല ഒരിക്കൽ പോലും. സജുതാ,
സജനയെ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് കണ്ണൻ ആ വീടിനുള്ളിലേക്ക് സജനയെ തിരക്കി ചെന്നത്. എന്നാൽ കൺമുന്നിലെ കാഴ്ചയിൽ അവനൊന്ന് ഞെട്ടി. മുക്കാലും നഗ്നമായ ശരീരത്തോടെ നിലത്ത് വീണ് കിടക്കുന്നു സജന. കുളിച്ചിറങ്ങിയപ്പോൾ തെന്നി വീണതുപോലെയുള്ള ആ കിടപ്പ് ഒന്ന് നോക്കിയ കണ്ണൻ പെട്ടെന്ന് തന്നെ അവളെ തട്ടി വിളിച്ചു. കൺപോളകൾ ഇറുക്കി ചിമ്മിയടച്ച് മിഴികൾ വലിച്ചു തുറന്ന സജന ചുറ്റുമൊന്ന് കണ്ണോടിച്ച് പെട്ടെന്ന് എഴുന്നേറ്റതും അവളെ അല്പം നഗ്നത മറച്ച തുണി കൂടി അവളിൽ നിന്നൂർന്നു വീണു. ശ്വാസമെടുക്കാനോ ഉമിനീരിറക്കാനോ തൊണ്ടയൊന്ന് അനയ്ക്കാനോ പറ്റാത്ത വിധം തനിക്ക് മുന്നിലെ നഗ്ന ശരീരത്തിൽ മിഴികൾ തറഞ്ഞ് നിശ്ചലനായി നിന്നു കണ്ണൻ. കണ്ണ. തന്നെ ലയിച്ചെന്ന പോലെ മതിമറന്ന് നോക്കുന്ന കണ്ണനെ കൈനീട്ടി തട്ടി വിളിക്കുമ്പോൾ തൻ്റെ നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചതേയില്ല അവൾ. അല്ലെങ്കിലും അവളേറെ മോഹിച്ച ആശിച്ച അവനായി അവൾ കോർത്ത ചൂണ്ടയിലെ ഒരിര മാത്രമാണല്ലോ അവൾക്ക് ആ ശരീരം. അവനെ തൊട്ടു ചേർന്ന് നിന്ന് സജന വിളിച്ചതും ഒരു പതർച്ചയോടെ അവളെ നോക്കിയ കണ്ണൻ്റെ ശരീരം ആകെ വിയർപ്പിൽ മുങ്ങുകയും ശ്വാസം വല്ലാതെ ക്രമം തെറ്റുകയും ചെയ്തത് നിമിഷാർദ്ധ വേഗത്തിലാണ്. സജന ഒരു വാക്കുരിയാട് മുമ്പ് തന്നെ കണ്ണൻ അവളെയും പുണർന്ന് കിടക്കയിലേക്ക് വീണിരുന്നു. മനസ്സുകൾ മറതീർത്ത് മാറി നിന്ന ആ മുറിയിൽ നിന്ന് നഗ്ന ശരീരങ്ങളുടെ താളവേഗങ്ങളും ശ്വാസനിശ്വാസങ്ങളും പരിധി വിട്ടുണരുമ്പോൾ കണ്ണൻ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീയെ അറിയുകയായിരുന്നു. അപ്പോഴെങ്കിൽ തന്നെയോ തന്നിലെ സ്ത്രീയെയോ ഇന്ന് വരെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്ത റഹീം എന്ന തൻ്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്തൊരു സംതൃപ്തിയോടെയാണ് കണ്ണൻ്റെ കരുത്തുറ്റ ശരീരത്തിനടിയിൽ സജന കിടന്നത്. കേവലം ശരീരത്തിൻ്റെ ആസക്തി തീർക്കാനായ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി സജന കണ്ണൻ എന്ന ചെറുപ്പക്കാരനെ എന്നേക്കുമായി തന്നിൽ തളച്ചിടുമ്പോൾ അവളെന്ന പെണ്ണിൻ്റെ വലയിൽ നിന്നൊരിക്കലും രക്ഷ നേടാൻ കഴിയാതെ പിടഞ്ഞടിക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണൻ. തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും നാം അത് കാണുകയും ചെയ്യും. എന്നിട്ടൊടുവിൽ പറയും, കുടുംബമായി ഒതുങ്ങിക്കഴിഞ്ഞൊരു പെണ്ണിനെ ആ ചെക്കൻ കെണിയിൽപ്പെടുത്തി നശിപ്പിച്ചെന്ന്. സത്യമറിയുന്ന നമ്മളും അത് ഏറ്റുചൊല്ലും. കാരണം സ്ത്രീയെന്നും സ്ത്രീയും പുരുഷനെന്നും പുരുഷനുമാണല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.